പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നു, നല്ല ചോക്ലേറ്റുകളൊക്കെ കൊണ്ടുവന്നു. എല്ലാവർക്കും കൊടുത്തപ്പോ മുന്നിലിരിക്കുന്ന തൊട്ടുമുന്നിൽ ബെഞ്ചിലിരിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി അത് ചെറിയ പീസ് തിന്നിട്ട് ബാക്കി കവർ ചെയ്ത് ബാഗിൽ വെച്ചു. ഇത് കണ്ടു ഈ കൊണ്ടുവന്ന കുട്ടി. ഇന്റർവെല്ലിന് വിട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ എല്ലാവരും തിന്നിട്ട് ഒഴിവാക്കിയ മിഠായിയുടെ പാക്കറ്റ് ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പുറക്കിയെടുത്ത് പൊടിയൊക്കെ തട്ടി മടക്കി വെച്ച് ബാഗിലിട്ട് സിബിട്ടു. ഇതെല്ലാം ഈ കൊണ്ടുവന്ന കുട്ടി കാണുന്നുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് ചോദിച്ചു, ഫാത്തി നിന്നോടൊരു കാര്യം ചോദിച്ചാൽ? ആ പറയാം. സത്യം? ആ പറയും. നീ മിഠായി ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിന്നിനോ? ഫുള്ള് തിന്നിട്ടില്ല. എന്തേ? അത് എന്റെ ഉപ്പ നേരത്തെ തന്നെ ടെറസിന്റെ മേലെ വീട് മരിച്ച് നമ്മൾ യത്തീമക്കളായി വളർന്നവരാണ്. എന്റെ അനുജനും അനുജത്തിക്കും ഈ ഗൾഫിലെ മിഠായിന്റെ ടേസ്റ്റ് അറിയില്ല, അവർക്കിത് അനുഭവിക്കാൻ കഴിയില്ല. ഞാനിത് തിന്നപ്പോ ഈ ടേസ്റ്റ് അവർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അവർക്ക് കരുതി വെച്ചതാണ്. ഖത്തറിലേക്ക് വാപ്പ തിരിച്ചു പോയപ്പോ പിന്നീട് വിളിച്ച ഫോൺ കോളിൽ ഉമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടി ഉമ്മനോട് പറഞ്ഞു, എനിക്ക് ഉപ്പാനോട് ഒരു കാര്യം പറയാനുണ്ട്. ഉപ്പ ചോദിച്ചു, എന്താ പോലെ? ഉപ്പ എന്റെ പേര് ഒരു ഫാത്തിക്കുട്ടി പഠിക്കുന്നുണ്ട്, പാവാണ്, ഫീസ് അടക്കാൻ പോലും വകയില്ല, യൂണിഫോം ഒറ്റോന്നേ ഉള്ളൂ, കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ അനുമതിയുള്ള ദിവസം പോലും ഓള് യൂണിഫോം ഇട്ടിട്ടേ വരുള്ളൂ, നല്ല ഡ്രസ്സൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്, പാവാണ്, ഫീസ് അടക്കാൻ വകയില്ലാത്ത മോളാണ്, ഒക്കെ എന്തെങ്കിലും കൊടുത്തോടുപ്പ, ഓളെ നമുക്ക് വളർത്തിക്കൂടെ. ആ ഫാത്തിമ ഇന്ന് MBBS കഴിഞ്ഞിട്ട് MD ആയി PG ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറായി ജോലി ചെയ്യുന്നത് ആ മറ്റേ ഒന്നാമത്തെ മോളുണ്ടല്ലോ, ആ മോള് വളർത്തിയതാ. തണലാവണം കൂട്ടുകാർക്ക്, അപ്പോഴേ നമ്മളെ ജീവിതം സാർത്ഥകമാവും. റീൽസുകളിൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി എല്ലാ ടൈമിലും ഇവർക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം.